അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഈ പ്രഭാത സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട്, ഏത് പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകൾക്കും നമ്മുടെ മനസ്സ് ഒരു ശാന്തിയും സമാധാനവും നൽകുന്ന ഒന്നാണെന്ന് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഒരു സഹോദരി എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്നു. സ്വബാഹുൽ ഖൈറിലെ ഉസ്താദല്ലേ എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ, വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഹോസ്പിറ്റലിൽ? എൻ്റെ ഉമ്മ വയ്യാതെ കിടക്കുക ഉസ്താദേ. എൻ്റെ ഉമ്മ തീരെ പ്രയാസപ്പെട്ട് കിടന്ന സമയത്ത് ഞാനിങ്ങനെ സ്വബാഹുൽ ഖൈറിൽ കയറിയിട്ട് ആ ദുആയിനോടൊപ്പം ഉസ്താദിൻ്റെ ദുആക്ക് ഇങ്ങനെ ആമീൻ പറയും. അൽഹംദുലില്ലാ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സദസ്സിലെ മുഅ്മിനീങ്ങളുടെ ആമീനിൻ്റെ ബർക്കത്ത് കൊണ്ടാണ് എൻ്റെ ഉമ്മാക്ക് ഇന്ന് കുറവുള്ളത്, ഞങ്ങളിന്ന് ഡിസ്ചാർജ് ആവുകയാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അത് കേട്ടപ്പോണ്ടല്ലോ മനസ്സിന് വലിയ സന്തോഷം തോന്നി എന്നുള്ളതാണ്. വലിയ സന്തോഷം തോന്നി. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സിൻ്റെ ഫضل എന്തെന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനോഹരമായൊരു ഇസ്മാണ്. കാരണം ഇതുപോലൊരു ഇസ്മ ലോകത്ത് വേറെയില്ല. അത്ര മനോഹരമായൊരു ഇസ്മ ലോകത്ത് വേറെയില്ല. നമുക്കറിയാം അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞ നാമങ്ങൾ അല്ലേ. ഈ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി നിങ്ങൾ ചോദിക്കുവീൻ, അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു എന്തും തരുമെന്നാണ് അല്ലേ. ആ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. സുബ്ഹാനക യാ റബ്ബി. ഈ ഇസ്മ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പതിവാക്കിയിട്ടുണ്ട്. അവരനുഭവം പറയുന്നുണ്ട്. എന്ത് പ്രയാസം നിങ്ങളുടെ മുമ്പിലുണ്ടോ, ഏത് ആഗ്രഹം മുമ്പിലുണ്ടോ, ആ ആഗ്രഹം മുൻപിൽ വെച്ചിട്ട് ഈ ഇസ്മ ചൊല്ലിക്കോ, അള്ളാഹു അത് നിറവേറ്റി തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ ഇസ്മ? എല്ലാവർക്കും അറിയുന്നൊരു ഇസ്മാണ് അല്ലേ. ജലാലത്തിൻ്റെ ഇസ്മാണ് അള്ളാഹ് എന്ന ഇസ്മ. അള്ളാഹ് എന്ത് മനോഹര അല്ലേ. നമ്മളെ പടച്ചവനാരാ? അള്ളാഹ്. എല്ലാം തരുന്നവനാരാ? അള്ളാഹ്. ഭക്ഷണം തരുന്നതാരാ? അള്ളാഹ് അല്ലേ. വെള്ളം തരുന്നതാരാ? അള്ളാഹ്. ശ്വസിക്കാൻ ഓക്സിജൻ തരുന്നതാരാ? അള്ളാഹ്. രോഗം നൽകുന്നത് അള്ളാഹ്. ശിഫയാക്കുന്നത് അള്ളാഹ്. അങ്ങനെ എല്ലാം 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 റബ്ബുൽ ആലമീനായ തമ്പുരാനാണ് അല്ലേ. അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്. യാ റബ്ബനാ. അല്ലാഹ് എന്ന ഇസ്മ, ഈ ഇസ്മ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ലോകത്ത്? ഒരു മനുഷ്യനുമില്ല അല്ലേ. ഒരു പടപ്പിനും അള്ളാഹ് എന്ന നാമമില്ല. യാനത്തു സാലിബീനിൽ മഹാനായ ഇമാം ബക്രി റഹിമഹുല്ലാ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരുമ്മ തൻ്റെ കുഞ്ഞിന് അള്ളാഹ് എന്ന് നാമകരണം ചെയ്തു. ആകാശലോകത്ത് നിന്നൊരു മിന്നൽ പിണർ വന്ന് ആ കുഞ്ഞിനെ അപ്പാടെ കരിച്ചു കളഞ്ഞ സംഭവം യാനത്തിൽ കാണാം. അത്രമേൽ ഒരാൾക്കുമില്ല അള്ളാഹുവിനല്ലാതെ ആ നാമം. സുബ്ഹാനക യാ റബ്ബി. ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന ഒരു നാമമുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു ഇസ്മ. ആ ഇസ്മു മുൻനിർത്തി എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇമാമിങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട്. കാരണം അള്ളാഹ് അത് ഏതാണെന്ന് വ്യക്തമാക്കി തന്നിട്ടില്ല. എന്താ? നമ്മളെല്ലാം മുൻനിർത്തി ചോദിക്കാനാണ്. അപ്പോൾ ഇമാമിങ്ങളുടെ മുമ്പിൽ ചർച്ചയുണ്ട്. അതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഇമാമിങ്ങൾ മുൻനിർത്തി പറയുന്നുണ്ട് കൃത്യമായി അള്ളാഹ് എന്ന നാമമാണത്രേ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യതയുള്ളത്. അള്ളാഹു അത് ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ പതിവായി 1000 തവണ യാ അല്ലാഹ്, യാ അല്ലാഹ്, കണ്ടോ, യാ അല്ലാഹ് എന്ന ഇസ്മ, യാ അല്ലാഹ് എന്ന ഇസ്മ പതിവായി 1000 തവണ ചൊല്ലിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇലാഹിയായ അറിവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരും. ഇലാഹിയായ ഇൽമ കിട്ടുക എന്ന് പറഞ്ഞാൽ മാരിഫത്തിൻ്റെ ഇൽമാണ്. നമ്മളങ്ങ് ടോപ്പ് ലെവലിലേക്ക് ഉയരും. പക്ഷെ പതിവായി ഇത് കൊണ്ടുപോകണം ഇഖ്ലാസോടെ. ഞാൻ വിനയവിധേയനായ അടിമയാണ്. വെറുതെ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് തസ്ബീഹ് ഇങ്ങനെ കാണിച്ചിട്ട് വരില്ല. ചില ആൾക്കാരത് ഇങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഇല്ലാനുണ്ട്. ചില ആൾക്കാരത് ഇങ്ങനെയാണ് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കും. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 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 അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ് അവസാനം ഒരു ഹാ ഉണ്ട്. അല്ലാഹ് അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് അല്ല പലരും നമ്മൾ ചൊല്ലണത് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. അത് അല്ലാഹ് ആവൂല, അത് അല്ലാഹു ആകില്ല.
പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുപോലെ നിസ്കാരം കഴിഞ്ഞ് എല്ലാ വഖത്ത് നിസ്കാരത്തിന് ശേഷം 100 തവണ ഒരു മനുഷ്യൻ ഇത് പതിവാക്കി കഴിഞ്ഞാൽ അത്ഭുതകരമായ അറിവ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കിത്തരുമെന്നാണ്. യാ റബ്ബന, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതുപോലെ ഏത് പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ എടുത്തു നോക്കുക, അതിൻ്റെ തുടക്കം അല്ലാഹ് എന്നതാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത്? നിസ്കാരം അല്ലേ? നിസ്കാരത്തിലെ തുടക്കം എങ്ങനെയാ? അല്ലാഹു അക്ബർ. അല്ലാഹ്. അവസാനം എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവിടെയും അല്ലാഹ്. ബാങ്കിൻ്റെ തുടക്കം എങ്ങനെയാണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കണ്ടോ? അല്ലാഹ് എന്ന് തുടക്കം. അവസാനോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയും അല്ലാഹ്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ ആദ്യം കേൾക്കുന്നത് എന്താണ്? അല്ലാഹ്. ആദ്യം ബിസ്മി എന്നല്ല, അല്ലാഹ്. മരിക്കാൻ നേരത്ത് അവസാനം വായിൽ നിന്ന് വരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ? ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഫാത്താകുന്ന ഘട്ടത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ? എല്ലായിടങ്ങളിലും അല്ലാഹ് 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 അല്ലാഹ്. ആ ബോധ്യത്തിലായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ലൈഫ് എന്നാണ്. ആ ബോധ്യത്തിൽ ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റിയവൻ ആരാ? എൻ്റെ കെട്ടിയോനോ എൻ്റെ ഉമ്മായി വാപ്പായി ഒന്നല്ല, അവരൊക്കെ ഏൽപ്പിക്കേണ്ടെന്നല്ല കേട്ടോ. എല്ലാത്തിനും അപ്പുറം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആക്സിഡൻറ്റാ, പടച്ചോനെ ഏൽപ്പിച്ചിട്ട് പോ. വീട് കാര്യങ്ങളൊക്കെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പടച്ചോനെ ഞാനിതാ നിന്നെ ഏൽപ്പിക്കുക, നിന്നെ ഭരമേൽപ്പിക്കുക. വീടും സുരക്ഷിതത്വം ലഭിക്കും, നമുക്കും സുരക്ഷിതത്വം ലഭിക്കും എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഇസ്മ 66 തവണ ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഈമാനിൽ വർധനവുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പറയുന്നത് കാണാം. അതുപോലെ തന്നെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗം നിങ്ങൾക്കുണ്ടോ? മാരകമായ രോഗം, ക്യാൻസർ രോഗമാകട്ടെ, ഏത് രോഗം ഇനി രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ ആ രോഗികളുണ്ടല്ലോ, അവർ ഈ ഇസ്മ പതിവാക്കിക്കോ, അള്ളാഹു നിങ്ങളെ കൈവിടില്ല എന്ന് സ്വാലിഹീങ്ങൾ പറയുന്നത് കാണാം. യൂസുഫ് നബഹാനി റഹിമഹുല്ല, അതുപോലെ തന്നെ ശിഹാബുദ്ദീൻ സുഹ്റവർദി റഹിമഹുല്ല, അവരൊക്കെ പറയുന്നുണ്ട് ഒരു പ്രത്യേക സമയത്ത്, അതായത് വെള്ളിയാഴ്ച ദിവസം ലുഹറിന് അല്ലെങ്കിൽ ജുമാക്ക് മുമ്പായിക്കൊണ്ട് 200 തവണ വുളുവോടെ ഇരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് വുളു അടിച്ചിട്ടിങ്ങനെ ഹൃദ്യമായിരുന്ന് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എത്ര തവണ? 200 തവണ പതിവാക്കിയാൽ, എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹമാണുള്ളത് ഈ ഇസ്മു മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു അത് ഉറപ്പായും തരുമെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മഹാരഥന്മാർ പറയുന്നുണ്ട് വെള്ളിയാഴ്ച തന്നെ ആകണമെന്നില്ല, വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണ്, ഇതര ദിവസങ്ങളിൽ ഓതണ്ടെന്നല്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും ളുഹറിന് മുമ്പായി കൊണ്ട് വുളു എടുത്തിരുന്നിട്ട് 200 തവണ പതിവാക്കാൻ പറ്റുമോ? നിങ്ങളുടെ എന്താഗ്രഹം? കടം വീടണോ? മക്കളെ കെട്ടിക്കണോ? വീട് വേണോ? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? അള്ളാഹനെ മുൻനിർത്തി നിങ്ങൾ ചോദിച്ചോ, അവൻ കൈവിടൂല. ഉദ്ഊനി അസ്തജിബു ലക്കും. എന്നെ ഒന്ന് വിളിക്ക്, ഞാൻ തരാം നിങ്ങൾക്ക്. ആരാ നമ്മളോട് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത്? എന്ത് വേണം? ഇപ്പം കെട്ടിയോ നമ്മളോട് സ്നേഹത്തോടെ പറയും എനിക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ തരാം. നമ്മൾ പറയാം ഇക്കാക്ക എനിക്ക് ഒരു 100 കോടിയുടെ കാറ് വേണം, കെട്ടിയോന് തരാൻ പറ്റുമോ? പറ്റുന്നവരുണ്ടാകും. അപ്പം അതിനപ്പുറം ചോദിച്ചാൽ തരാൻ പറ്റുമോ? ഇല്ല. പറയുന്നത് മനസ്സിലാകുന്നില്ലേ? നമ്മൾ ചോദിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്, തരുന്നതിനും പരിധിയുണ്ട് മനുഷ്യന്മാർക്ക്, ഇല്ലേ? ഇപ്പോൾ ഒരാൾ പറയാം പഠിച്ചോൻ എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു ആപ്പിൾ തരണം എന്ന് പറഞ്ഞാൽ അള്ള തരും. അത് ചോദിക്കേണ്ട രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ട് ചോദിക്കണം കേട്ടോ. നമ്മുടെ നിലവാരത്തിനനുസരിച്ചാണ് ആ വിളി, ഇല്ലേ? എന്നിലേക്ക് ഒരു അടിമ അടുത്ത് കഴിഞ്ഞാൽ അവൻ പിടിക്കുന്ന കൈ ഞാനാകുമെന്ന് പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ആപ്പിൾ പറിച്ച് തിന്നാൻ പറ്റും. ആ ലെവലിലേക്ക് നമ്മൾ എത്താൻ വേണം. അതുകൊണ്ട് അപ്പോൾ ഏതായാലും നമുക്കൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ ചെയ്തെന്ന തൗഫീഖ് എന്താ? ഈ അള്ളാഹ് എന്ന ഇസ്മ നമുക്ക് പഠിപ്പിച്ചു തന്നെ എന്തിനാ? അള്ളാഹ്ക്ക് നമ്മൾ ചൊല്ലിയതുകൊണ്ട് വല്ല ഗുണവും കിട്ടാനുണ്ടോ? ഇല്ല, നമുക്ക് ഗുണം കിട്ടാനാ. അതുകൊണ്ട് മനസ്സറിഞ്ഞ് വിളിക്ക്. അവൻ പറയാ ഉദ്ഊനി അസ്തജിബു ലക്കും. എന്നോട് ചോദിക്കും, ഞാൻ തരാം. എന്തും ചോദിക്കാം, ഏതും ചോദിക്കാം. അള്ളാഹു തരുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് നിരാശ വേണ്ട. എന്തിനാ ഡിപ്രഷനൊക്കെ? ആരുമില്ല എന്നുള്ള തോന്നൽ എന്തിനാ അങ്ങനെ തോന്നണേ? അല്ല ഇല്ലേ നമുക്ക്? അല്ല ഇല്ല. അല്ല പറയും എന്നെ വിളിച്ചോ അധികം കേൾക്കുന്ന. പക്ഷെ നമ്മുടെ വിളിയുടെ ഇഖ്ലാസ് എത്രത്തോളം ഉണ്ട്? ഈമാനോട് നിങ്ങൾ വിളിച്ചോ, അള്ളാഹു തരുമെന്ന് പടച്ച റബ്ബ് പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ 2600 തവണയാണ് അള്ളാഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ സൂറത്ത് മുജാദല നമുക്കൊക്കെ പരിചിതമായ സൂറത്താണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സൂറത്തിലെ ഓരോ ആയത്തിലുമുണ്ട് അള്ളാഹ് എന്ന പദം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മനോഹരമായി ഖുർആൻ നമുക്ക് വിവരിച്ചു തന്ന അള്ളാഹ് എന്ന നാമം ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹാനായി നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ, ആ കപ്പൽ
സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എൻജിൻ അത് ഓണാകാനുള്ള മന്ത്രം എന്തായിരുന്നു? ബിസ്മില്ല. നിൽക്കാനുള്ള മന്ത്രം എന്താ? ബിസ്മില്ല. ബിസ്മില്ലാഹി മജുരേഹാ വ മുർസാഹാ. ഖുർആനിൽ അല്ലാഹ് പറയാ. അപ്പോൾ ബിസ്മില്ല ആരുടെ ഇസ്മ? അള്ളാൻ്റെ ഇസ്മ കൊണ്ട്. അള്ളാൻ്റെ ഇസ്മ കൊണ്ട് ഒരു വെറും പേടകത്തെ ചലിപ്പിക്കാൻ പറ്റും, നിർത്താൻ പറ്റും. പറയുന്ന മനസ്സിലായോ? അങ്ങനെ എന്തും ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? 66 തവണ ചൊല്ലിക്ക് ഏറ്റവും ചുരുങ്ങിയത്. അല്ല, പതിവായി നിങ്ങൾക്ക് 200 തവണ വുളുവെടുത്തിരുന്ന് ചൊല്ലാൻ പറ്റുന്നുണ്ടോ? പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പ്, സഹോദരിമാരാണെങ്കിൽ ലുഹറിന് മുമ്പ്. അല്ല, ഇനി നിസ്കരിക്കാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ തന്നെ ആ ലുഹറിന് മുമ്പ് സമയത്ത് ഇത് ചൊല്ലി തീർക്കുക. എന്നിട്ട് ഹൃദ്യമായി അള്ളാഹിനോട് കൈ ഉയർത്തി ദ്വാരുന്നു. പടച്ചറബ് കൈവിടൂല എന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കിന്ന് ഈ യാ അല്ലാഹ് എന്ന ഇസ്മ 66 തവണ ഒന്ന് ചൊല്ലിക്കൂടെ? നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചോ. ഏതാഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? ഈ സ്വബാഹുൽ ഖൈർ സദസ്സിൽ നിന്ന് 66 തവണ ഹൃദയമറിഞ്ഞ് നമ്മളെല്ലാവരും അള്ളാഹിനെ വിളിക്കുക. വലിയ മഹത്വമുണ്ട് അതിൻ്റെ അതത് ഇല്ലേ? ആ അതതിന് വലിയ മഹത്വമുണ്ടെന്നാണ്. ഈ 66 തവണ എന്നത് ഈ ഇസ്മിൻ്റെ അതതാണ്. ഇതിൻ്റെ അഭിജിത് കണക്ക് 66ആണ്. സുബ്ഹാനക യാ റബ്ബി. അപ്പോൾ ഖൽബ് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, ഖൽബ് പറഞ്ഞിട്ട് ചൊല്ലൂലേ? ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹു 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 യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് 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 യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് 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 യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ പതിവായി ചൊല്ലുന്ന 3 ദിക്ർ കൂടെ നമുക്ക് ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته 66 തവണ യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മൾ വിളിച്ചു അല്ലേ? ന്യൂനതകൾ പരിഹരിച്ച് അല്ലാഹു സ്വീകരിക്കട്ടെ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പ്രിയ സഹോദരങ്ങൾ ഇത് ചൊല്ലിയത്, ആ ലക്ഷ്യങ്ങൾ പടച്ചോനത് അസുഖം ശിഫയാകാനാണെങ്കിലും കടം വീടാനാണെങ്കിലും മക്കളുടെ കാര്യമാണെങ്കിലും വീടിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. റഹമുറാഹിമായ അല്ലാഹ്, ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ജലാലത്തിൻ്റെ ഇസ്മുകൾ അതുപോലെ മറ്റ് അധികാറുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എന്ത് മുറാദാണോ ഞങ്ങളുടെ ഖൽബിലുള്ളത് റബ്ബേ, വേദനിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, ആ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ പ്രയാസത്തിലാക്കല്ലേ അല്ല, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരല്ലേ അല്ല, മാരകമായ അസുഖങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ല, മാരകമായ അസുഖങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ല, സമാധാനം നൽകണേ അല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ അല്ല, പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ല, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല, പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ല, എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് നീ വിജയം നൽകണേ അല്ല, പടച്ചവനെ എഴുതുന്നവരുണ്ട് നീ ഹൈറായ മേഖലയിൽ എത്തിക്കണേ അല്ല, പടച്ചവനെ റഹമുറ
ഇബ്രാഹിമായ തമ്പുരാനെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണയല്ല, കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചൊരിയണയല്ല. യാ റബ്ബന യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണയല്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാന് സലാമത്താക്കണയല്ല. പടച്ചവനെ, യാ റബ്ബന യാ റബ്ബന യാ റബ്ബന, ഞങ്ങളെ നീ കൈവെടിയല്ലേ അല്ലാ. ഈ സബാഹുൽ ഖൈർ സദസ്സിൽ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങൾ, അള്ളാഹുവെ നീ അവരെ ഏറ്റെടുക്കണയല്ല. ഇതുപോലെ സ്വർഗീയ ലോകത്ത് കുടുംബസമേതം ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല. നീ ഞങ്ങളെ കൈവെടിയല്ലയല്ല, നീ ഏറ്റെടുക്കണയല്ല, നീ ഏറ്റെടുക്കണയല്ല. നരകത്തിലേക്ക് വലിച്ചെറിയല്ലയല്ല. നീ ഞങ്ങളോട് പറഞ്ഞതാണല്ലോ, നിന്നെ വിളിച്ചാൽ നീ ഏറ്റെടുക്കുമെന്ന്. ഞങ്ങൾ നിന്നിലേക്ക് കൈ ഉയർത്തുന്നു യാ അല്ലാഹ് യാ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ അകറ്റി റാഹത്തായ ജീവിതം നൽകണയല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറ, മർദിയായ സിയാറയും വിദൂരമല്ലാത്ത ബാബിയിൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.